മുത്തഖീങ്ങൾക്ക് മാത്രമാണ് വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ. അതേ ഖുർആൻ പറയാൻ ഖദാ ഫലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ذلك الكتاب لا ريب فيه هدى للمتقين. പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗ്ഗദർശനമാണ്. എന്നിട്ട് ആരാ മുത്തഖീ എന്ന് പറഞ്ഞ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ, ഈമാൻ കൊണ്ട് പറഞ്ഞേ. അപ്പൊ മുത്തഖിയും മുഅ്മിനും മുത്തഖിയും ഒക്കെ ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ് മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞത്. എന്താ ഈ അദൃശ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ, മുത്തഖി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാം. എന്താണ് അദൃശ്യമായത്? പ്രപഞ്ചനാഥനായ അല്ലാഹു അദൃശ്യനാണ്, കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾക്ക് അല്ലാഹുവിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ 1,24,000 പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവരിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ 4 ഗ്രന്ഥങ്ങൾ അല്ലാഹു 4 പ്രവാചകന്മാരുടെ മേൽ ഇറക്കി കൊടുത്തത്. എന്തിനേറെ നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ഇറക്കപ്പെട്ടത്. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കണം. ആള് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അസ്റായീലാണ് റൂഹ് പിടിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണോ? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കലാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഈ പ്രപഞ്ചം നശിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. നമ്മൾ അറിയൂല അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ കാണുമോ എന്നറിയില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കണോ? നരകം നമ്മൾ വിശ്വസിക്കണം, കണ്ടിട്ടില്ല. സ്വർഗം നമ്മൾ വിശ്വസിക്കണം, കണ്ടിട്ടില്ല. അതേപോലെ ഖബറിലെ സുആല് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ കുറെ കാര്യം. ഇത് മാത്രമല്ല, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും മഅറൂനതുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒരു സ്വലാത്ത് അല്ലേണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് മദീനയിൽ പുണ്യനബിക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കാ, എന്റെ ഖബറിന്റെ അടുത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കിന് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ സർവശക്തികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കാ, ആ മലക്കിന്റെ പ്രത്യേകതയാണത്. എല്ലാ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല മലക്കിന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ മലക്കിനോട് പറയും, ഹബീബായ നബിയേ, ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സ്വല്ലാ അലൈക്, ഇന്നാലിന്ന ആരുടെ മകൻ ഇന്നാലിന്ന ആൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ആ മലക്കന്നോട് പറയുന്നത്. ചിന്തിക്കണേ, സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മളും നമ്മുടെ വാപ്പയുടെ പേരും മദീന മുനവ്വറയിൽ പറയപ്പെടുന്നുണ്ട്, റൗള ഷരീഫിൽ പറയപ്പെടുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിക്കപ്പെടുന്നുണ്ട്. എന്തിനാ മൗലിദിനെ എതിർക്കുന്നത്? മൗലിദ് നിറയെ സ്വലാത്തുകളല്ലേ. ഒരാൾ വീട്ടിൽ കൂടിയ ഉടനെ മൗലിദ് കഴിച്ചാൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വീട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ പറയപ്പെടുകയാണ്. ആ വീട്ടിന്റെ ഉടമസ്ഥൻ അതിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അയാളുടെയും അയാളുടെ വാപ്പയുടെയും പേര് ചേർത്ത് പരിശുദ്ധമായ റൗള ഷരീഫിൽ പറയപ്പെടുകയാണ്. നമ്മൾ കാണുന്നില്ല, പക്ഷെ വിശ്വസിക്കണം. ഇങ്ങനെ ഒരുപാട് അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് മുഅ്മിൻ. ഒരാൾ മുഅ്മിനാണോ? നല്ല ശ്രദ്ധിക്കണേ. നിങ്ങൾ മുഅ്മിനാണോ? നമ്മൾ മുഅ്മിനാണോ? നിങ്ങൾ മുഅ്മിനാണോ? നിങ്ങൾ മുണ്ടില്ല, ഉറപ്പില്ലാന്നോ? നിങ്ങൾ മുഅ്മിനാണോ?
മുഅ്മിനാണോ? എന്തുകൊണ്ട്? ഒരാൾ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ അയാളോട് ചോദിക്കുക, നിങ്ങൾ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദർ ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണോ? പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം. അല്ലാഹുവിന്റെ ഖദറിലും വിശ്വസിക്കണം. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 6 കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുഅ്മിനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇനി ശ്രദ്ധിക്കണേ, മുഅ്മിൻ 2 രീതിയിലാണ്. ഈമാനിന്റെ രുചി ആസ്വദിക്കുന്ന മുഅ്മിനുണ്ട്, ഈമാനിന്റെ രുചി ആസ്വദിക്കാത്ത മുഅ്മിനുണ്ട്. ഏതുപോലെ? മധുരമുള്ള അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും മധുരമില്ലാത്ത അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം പോലെ. മധുരമുള്ള ചായയും മധുരമില്ലാത്ത ചായയും കുടിക്കുന്ന പോലെ. ചായ കുടിക്കാൻ പിന്നെ ടേസ്റ്റ് അത്ര മനസ്സിലാവില്ലോണ്ടാ ഞാൻ ജ്യൂസ് എന്ന് പറഞ്ഞു. അവക്കാഡോ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മിഷാൽ മോന്റെ പ്രായത്തിലുള്ളവർക്ക് കുടിക്കും. അവർക്ക് ഷുഗർ ഉണ്ടാവും. അലിയാജിക്കും ഇങ്കും ചിലപ്പോൾ കുടിക്കാൻ ഷുഗർ ഉണ്ടാവും ഇല്ലേ? കുടിക്കാൻ പറ്റിയോളന്നില്ലേ? ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ജ്യൂസ് തീരെ മധുരമിടാത്ത അവക്കാഡോ ജ്യൂസാണ്. ഈ മോനെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് മധുരത്തിന്റെ എല്ലാം എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്യും. നല്ല പഞ്ചസാര ഇട്ട് തേനൊഴിച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട അവക്കാഡോ ജ്യൂസ് ഒരാൾ കുടിച്ചാലും തീരെ മധുരമിടാത്ത ജ്യൂസ് കുടിച്ചാലുള്ള വ്യത്യാസം എന്താ? അത് തന്നെയാണ്. അത് തന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഈമാനിന് രുചിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ഈമാനിന്റെ രുചിയുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചില ആള് കണ്ടില്ലേ, ഒരു ജ്യൂസ് കുടിക്കുക ഒരൊറ്റ വലിക്കാണ്ട് കുടിക്കും. അവരതിന്റെ ടേസ്റ്റ് അനുഭവിച്ചവരല്ല. വേറെ ചില ആളുകളുടെ ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടാണ് ജ്യൂസ് കുടിക്കുക. ഒന്നിങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ കുടിക്കും. അതിനാ നമ്മൾ നുണയാന്ന് പറയാ. ഒന്നാമൻ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. അയാൾ ജ്യൂസ് കുടിച്ചു, വയറ് നിറഞ്ഞു, ദാഹം മാറി. ടേസ്റ്റ് അറിഞ്ഞോ? നോ. രണ്ടാമത്തെ ആൾ ജ്യൂസ് കുടിച്ചു, അയാൾ കുടിച്ചു, വയറ് നിറഞ്ഞു, വിശപ്പ് മാറി, ദാഹം തീർന്നു, ടേസ്റ്റ് അറിഞ്ഞു. നന്നായി ശ്രദ്ധിക്കണം. ഇതെല്ലാം കിട്ടിയാൽ ജ്യൂസ് നുണഞ്ഞു കുടിച്ച ആളാണ്. അതേപോലെ ചില ആളുകളുണ്ട്, അവർക്ക് ഈമാനിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവര് പറയും ഞങ്ങൾ മുഅ്മിനീകളാണ്, പക്ഷെ ഈമാനിന്റെ ടേസ്റ്റ് ഉണ്ട്. ലോകത്ത് വേറെ ചില ആളുകളുണ്ട്, അവർ ഈമാനിന്റെ രുചി അറിഞ്ഞവരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സ്വലാത്തു ചൊല്ലണം. ആരാണ് ഈമാനിന്റെ ടേസ്റ്റ് അറിയുന്നവർ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനിന്റെ കൂടെ 3 കാര്യം ഒരാളോട് ചേർന്ന് വന്നാൽ, 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, 3 കാര്യം മൻ കുന്ന ഫീഹി, 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഒന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരമില്ല. അവക്കാഡോ ജ്യൂസിന്റെ പ്രകൃതി മധുരമില്ല എന്നതാണ് അതിന്റെ പ്രകൃതി. ആ അവക്കാഡോ ജ്യൂസിലേക്ക് മധുരം ചേർത്താൽ അത് ടേസ്റ്റ് ഒന്നായി. അതോടുകൂടെ തേനും ചേർത്താൽ വീണ്ടും രുചി മാറി. പിന്നെ ഐസ്ക്രീം ചേർത്താൽ വീണ്ടും രുചി മാറി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്ന് വന്നല്ലാഹുവിന്റെ ഹബീബ് പറയാ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അവരല്ലാത്ത എല്ലാവരെക്കാളും അയാൾക്ക് ഇഷ്ടപ്പെട്ടവരാവലാണ് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തിൽ അവന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും രാജാതിരാജനായ റബ്ബിനോടുള്ള മഹബത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാവണം. ഇങ്ങനെ ഒരാൾക്കായാൽ അയാൾ ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരിക്കൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ് നബിയേ, എന്നോടാണ്, എന്റെ ശരീരത്തോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയോടാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉടനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ, ഇതുവരെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ശരീരത്തോടായിരുന്നു. എന്നാൽ ഈ സെക്കൻഡ് മുതൽ അങ്ങയോടാ നബിയേ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങയോടാ യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇപ്പോഴാ ഉമറേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത് എന്ന്. ഈമാനിന്റെ ടേസ്റ്റ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക അയാൾ അല്ലാഹുവിന്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഈമാനിന് പവർ നൽകുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പവറുള്ള ഈമാനുണ്ട്, പവർ കുറഞ്ഞ ഈമാനുണ്ട്. പവറുള്ള ഈമാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് അടക്കാനാവാത്ത സ്നേഹമുള്ള ഈമാനാണ്. അതുകൊണ്ടല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നായി ശ്രദ്ധിക്കണം. എന്തിനാ മുഹമ്മദിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? കേവലം അല്ലാഹുവിന്റെ ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ഒരു സിപ്പായി മാത്രമല്ലേ മുഹമ്മദ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെ ചോദിക്കാൻ, വീട്ടിലൊരു സിപ്പായി കത്തുകൊണ്ടുവന്നാൽ സിപ്പായിയെ ആരെങ്കിലും ആദരിക്കുമോ എന്ന്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് പൂർണ്ണമാകാതെ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മൗലിദോദാതെ സ്വർഗത്ത് കടക്കൂലേ, മൗലിദോദിയില്ലെങ്കിൽ സ്വർഗത്ത് കടക്കൂലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നും കാര്യമല്ലേ എന്ന്. ബ്രെയിൻ വാഷിംഗ് ആണത്. നമ്മുടെ മാനസികമായി നമ്മെ ഒതുക്കാനുള്ള പരിപാടികളാണത്. ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമല്ലേ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവർ. അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ. അഹ്ലുസുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഷിയാക്കൾക്കിടയിലാ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഷിയാക്കൾ പറഞ്ഞിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വഹി കിട്ടേണ്ടത് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുഹമ്മദ് അത് തട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഷിയാക്കളിലുണ്ട്. അഹ്ലുസുന്നത്തിനിടയിൽ തർക്കമേ ഇല്ലാത്ത വിഷയമാ ഈ ഉമ്മത്തിലെ ഒന്നാമൻ ശ്രദ്ധിക്കാൻ. അന്നോ ചിന്തിക്കണം, നിങ്ങൾ തല കൊണ്ടാലോചിക്കണം. തർക്കമില്ല വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ
അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും നിസ്കരിച്ചത് അല്ല.